അതുപോലെ പട്ടശ്ശേരി തിരുമേനിക്ക് എന്നും ഉണ്ടായിരുന്ന ആഗ്രഹം മറ്റൊന്നുമല്ല, സഭ വിഭജിക്കപ്പെടരുത്, സഭ ഭിന്നമായി പോകരുത്. അതിനുവേണ്ടിയാണ് അദ്ദേഹം കണ്ണീരൊഴുക്കി പാത്രിക്കീസിൻ്റെ കാൽക്കൽ വീണപേക്ഷിച്ചു. ഈ സഭയ്ക്ക് ഭിന്നത ഉണ്ടാവരുത്, ഈ സഭ ഒന്നായിരിക്കണം. അതുകൊണ്ട് രണ്ട് തരത്തിലുള്ള ആളുകൾ ഈ സഭയിൽ ഉണ്ടാകാൻ പാടില്ല. മാർത്തോമാ ശ്ലീഹയുടെ മക്കളാണ് എല്ലാവരും. അവർ രണ്ട് ചേരിയായിട്ട് നിൽക്കാൻ പാടില്ല. ജന്മാവകാശത്താൽ സ്വതന്ത്രരായിരിക്കുന്ന ഒരു കൂട്ടർ ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ മറ്റൊരു വിദേശ അടിമയ്ക്ക് വിദേശത്തിൻ്റെ അടിമയായി തീരുന്നത് ഈ സഭയുടെ സ്വത്വത്തിൻ്റെ അടിസ്ഥാന തത്വത്തിൻ്റെ എതിരാണ് എന്നുള്ളത് വിശ്വസിച്ചു. അതാണ് മലങ്കര സഭ എന്നും വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 1958 സുപ്രീം കോടതി വിധിയുണ്ടായപ്പോഴും 1995 2017 ഉണ്ടായ കോടതി വിധികളെല്ലാം മലങ്കര സഭ വിഭജിക്കപ്പെടുന്നതിനുള്ള കോടതി വിധികളല്ല, മലങ്കര സഭ ഒന്നാകുന്നതിനുള്ള കോടതി വിധികളാണ്. ആ എല്ലാ കോടതി വിധികളിലും പറഞ്ഞിരിക്കുന്നത് 1934 ഭരണഘടന അനുസരിച്ച് ഒന്നായിത്തീരണമെന്നുള്ളതാണ്. സഭ ഒന്നായിത്തീരണമെന്നുള്ള ആഗ്രഹമാണ്. ഇത് മലങ്കര സഭ എന്നും രാജ്യം ഭരിക്കുന്ന നേതാക്കന്മാർ കേരളത്തിലും കേന്ദ്രത്തിലുള്ളവരെ എന്നും അറിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് മലങ്കര സഭ പൗരാണിക പാരമ്പര്യമുള്ള സഭയാണെന്നും മലങ്കര സഭ ഇറ്റ് ഈസ് ദ ട്രൂ ഇന്ത്യൻ ചർച്ച് എന്നും ഇന്നത്തെ ഭരണാധികാരികളും കേന്ദ്രത്തിലെ ഭരണാധികാരികളും അവരുടെ പാർട്ടിയും അവരുടെ പോഷക സംഘടനകളും ഒക്കെ എന്നും പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് സന്തോഷമാണ്. കഴിഞ്ഞ ദിവസം ആരോ ഡൽഹിയിൽ പോയി സഭാസമാധാനത്തെക്കുറിച്ച് സംസാരിച്ചുവെന്നും പ്രധാനമന്ത്രി അതിനോട് പറഞ്ഞത് നിങ്ങൾ ഭിന്നിച്ച് നിൽക്കരുത്, നിങ്ങൾ ഒന്നായി തീരണം, അതിനുള്ള മാർഗം അന്വേഷിക്കണമെന്നാണ്. മലങ്കര സഭ ഇതേ പറയുന്നുള്ളൂ, വേറൊന്നും പറയുന്നില്ല. ഇവിടുത്തെ ഭരണാധികാരികളും എടുക്കുന്നതായ നിലപാട് പട്ടശ്ശേരി തിരുമേനി എടുത്ത നിലപാട് തന്നെയാണ്. അതിനുവേണ്ടി ആ മലങ്കര സഭ എന്നും നിലകൊള്ളുന്നത്. ഞങ്ങൾക്ക് കുറച്ച് ഭാഗം ഭാഗിച്ചു തരണമെന്നും അതിനുള്ളതായ ഓർഡർ ഉണ്ടാകണമെന്നും ഒക്കെ ആഗ്രഹിച്ചാണ് അവിടെ പോയതെന്നാണ് അറിയുന്നത്. പക്ഷെ അതിന് ഇന്ന് രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും ഒരു പാർട്ടിയും സമ്മതം മുഴുവെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം അത് ഈ സഭയുടെ അസ്തിത്വത്തിനെതിരായുള്ള ഒരു നിലപാടാണെന്ന് അവർക്കറിയാം. സഭ ഒന്നായി തീരണമെന്നുള്ളത് രാജ്യത്തിൻ്റെ സമാധാനമാണ്. കുസന്തീനോസ് രാജാവ് നിക്കായിലെ സുന്നഹദോസ് വിളിച്ചു കൂട്ടിയത് രണ്ട് വ്യത്യസ്തമായ ക്രിസ്തീയ വിശ്വാസ ശൈലികൾ ഉള്ളതായ തർക്കം മാറ്റി അതൊന്നാകണമെന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ്. അതുപോലെ ഇന്നത്തെ ഭരണാധികാരികളും അപ്രകാരമാണ് നിലപാട് ചെയ്യുന്നത്. ആ ഭരണാധികാരികളുടെ നിലപാട് തന്നെയാണ് നമ്മുടെയും നിലപാട്. അവരും സഭ ഒന്നായി നിൽക്കണം, സഭ ഭിന്നിക്കുവാനുള്ള ഓർഡറൊന്നും തരാൻ ഞങ്ങളെ കൊണ്ടൊക്കെയില്ല എന്നുള്ളതാണ് അവരുടെയും നിലപാട്. ഇത് സഭ ഇവിടെ പറയുന്നു. അതിന് ഡൽഹിയും അല്ലെങ്കിൽ മറ്റേ ലോകത്തിലെ മറ്റ് കേന്ദ്രങ്ങളോ അമേരിക്കയിലോ ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല. കേരളത്തിൽ അത് സാധിക്കും. സഭ ഒന്നാകാൻ മനസ്സുണ്ടാവണം. സഭയുടെ സ്വത്വം മനസ്സിലാക്കണം, സഭയുടെ സത്യം മനസ്സിലാക്കണം. മാർത്തോമാ ശ്ലീഹായിലുള്ള മലങ്കര സഭ ഒന്നായിരിക്കണമെന്നുള്ളത് മലങ്കര സഭ എന്നും പറയുന്നു, ഇന്നും പറയുന്നു. അതിന് ഈ രാജ്യത്തിൻ്റെ എല്ലാ സപ്പോർട്ടും നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ സന്തോഷത്തോടെ ഓർക്കുക. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശബ്ദം അവരിൽ നിന്ന് ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്.